ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? ട്രോളിംഗ് കാലത്ത് സർക്കാരിന്റെ ആനുകൂല്യങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കടുത്ത ചൂടുമാറി മഴ പെയ്തിറങ്ങിയതോടെ ഉപരിതലത്തിലെത്തിയ മീനുകൾ വലയിലേക്ക് കയറിത്തുടങ്ങിയ സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നിരിക്കുന്നത്. വള്ളങ്ങൾക്കും മാത്രമാണ് ഇപ്പോൾ കടലിൽ പോകാൻ സാധിക്കുന്നത്. വലിയ ബോട്ടുകളെല്ലാം നങ്കൂരമിട്ടിരിക്കുകയാണ്. എന്നാൽ മീൻ ലഭ്യത കുറവായതിനാൽ പല ബോട്ടുകളും ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വിശ്രമത്തിലേക്ക് നീങ്ങിയിരുന്നു. പട്ടിണിയിലേക്ക് പോകാതിരിക്കാൻ സൗജന്യ റേഷനാണ് ഇനി മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ. ഇതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ ധനസഹായവും മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയ സമയമാണിപ്പോൾ. ഒട്ടേറെ ചെലവുകളുമുണ്ട്. ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്ന പ്രതീക്ഷ മാത്രമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. അതേസമയം ചെറുവള്ളങ്ങൾ കടലിൽ നിന്ന് മീൻ എത്തിക്കുന്നുണ്ട്. പൊന്നാനിയിലും പടിഞ്ഞാറക്കരയിലും വാക്കാടും താനൂരിലുമെല്ലാം ഇത്തരം ചെറുവള്ളങ്ങൾ എത്തുമ്പോൾ കൊട്ടകളുമായി കച്ചവടക്കാർ ഓടിയെത്തും. പിന്നെ ലേലം വിളിയാണ്. എത്തിയ മീൻ സ്വന്തമാക്കി വിൽപ്പനക്ക് പോകുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇനിയുള്ള ദിനങ്ങൾ ഇത്തരം ചെറുവള്ളങ്ങളാണ് കച്ചവടക്കാരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ റേഷൻ ആനുകൂല്യങ്ങളും മറ്റു ധനസഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് വിവിധ കക്ഷി നേതാക്കളും ആവശ്യപ്പെടുന്നത്.